ഓ എന്തോ പറയാനാടേ, ആവേശമൊന്നും ഇല്ല. ഇന്നലെയൊക്കെ വളരെ ആവേശത്തിലായിരുന്നു വീഡിയോ ഇട്ടത്. കാരണം ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അവരുടെ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ പ്രൊഡിക്ഷനിൽ തന്നെ പറഞ്ഞത് 82% ഇന്ത്യയും 18% ഇംഗ്ലണ്ടുമായിരുന്നു. ഇന്നലെ കളി അവസാനിക്കുമ്പോഴത്തേക്ക് എന്തായി അവസ്ഥ? എല്ലാം തിരിഞ്ഞില്ലേ? ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം അല്ലേ? അതിന് മാത്രമൊക്കെ ഭാഗ്യമുണ്ടോ? കൈ കിട്ടിയ കളി പോയല്ലോടെ. ഓൾഡ് ട്രാഫോർഡിൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ അവരുടെ കൈ കിട്ടിയ കളി സമനില ആയതുപോലെ ഇതും കൈ കിട്ടിയ കളി സമനിലയല്ല, തോൽവിയിലേക്കാണ് പോകുന്നത്. എല്ലാ ഘടകങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. നല്ല രീതിയിൽ ബൗളിംഗ് മാത്രം ചെയ്താൽ മതി. ഫീൽഡിങ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, അതില്ലാതായിപ്പോയി. നല്ല തുടക്കമൊക്കെ ആയിരുന്നു. 106 റൺസ് എടുത്തപ്പോഴത്തേക്കും 3 വിക്കറ്റൊക്കെ പോയായിരുന്നു. അത് മെയിനായിട്ടുള്ള ഡക്കറ്റ് ഔട്ടായി, ഒലി പോപ്പ് ഔട്ടായി. പ്രതീക്ഷകൾ കൈവന്നു. ഓക്കെ, കാരണം കഴിഞ്ഞ 4 ദിവസം നമ്മൾ കണ്ടത് ലഞ്ചിന് ശേഷമുള്ള ആ സെഷനിലാണ് വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ എന്താണ് സ്ഥിതി? വിക്കറ്റ് പോയേ ഇല്ല. വിക്കറ്റ് പോകാത്ത മാത്രമോ, അടിയോട് അടിയല്ലായിരുന്നു ബ്രൂക്കും റൂട്ടും കൂടി. പ്രത്യേകിച്ച് ബ്രൂക്ക് 98 ബോളിലാണ് 114 റൺസ് എടുത്തിരിക്കുന്നത്. ജോ റൂട്ടുമായിട്ട് 195 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പാണ് എടുത്തിരിക്കുന്നത്. പാർട്ട്ണർഷിപ്പ് 195 റൺസ് എടുത്തതോ പോട്ടെ നോക്കാം, 211 ബോളിനാണ് ഇത് എടുത്തിരിക്കുന്നത്. കണ്ണ് ചിമ്മുന്ന വേഗത്തിലല്ലേ റണ്ണുകൾ വരുന്നത്. അതുകൊണ്ട് ഈ ടാർഗറ്റിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ഇപ്പോൾ വേറെ ഏതെങ്കിലും ടീം, നമ്മുടെ ഇന്ത്യ അടക്കമുള്ള വേറൊരു ടീം ഇപ്പം 374 പോലത്തേക്ക് ഒരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ റണ്ണും നമ്മളിങ്ങനെ എണ്ണി അത്ര കഷ്ടപ്പെട്ട് എടുക്കുന്ന പോലത്തെ ഫീൽ തോന്നും. ഏത് ടീമാണെങ്കിലും, ഓസ്ട്രേലിയ അടക്കമാണ്. പക്ഷേ ഇംഗ്ലണ്ട് സ്കോർ ചെയ്യുന്നതാണ് വളരെ ഈസി ആയിട്ടാണ്. ജയിക്കാൻ 230 കൂടി എന്ന് കണ്ട് നമ്മളൊന്ന് തിരിഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറുമ്പോഴത്തേക്കും 188 റൺസ് ജയിക്കാനുണ്ടാവും. കാരണം അപ്പോഴത്തേക്ക് 4 4-ഉം 2 6-ഉം പോയിട്ടുണ്ടാവും. എന്ത് ചെയ്യാനാണ്? അതിൻ്റെ കൂടെ നിർഭാഗ്യവും കൂടി ആലോചിച്ച് നോക്ക്. ബ്രൂക്കിൻ്റെ ആ ക്യാച്ച് സിറാജ് എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ആവേശത്തോടു കൂടി ഇരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റും. കാരണം ജയം ഉറപ്പായി. ഇന്നലെ തന്നെ കണ്ടില്ല, ബ്രൂക്ക് പോയതിന് ശേഷം ചടപടാ വിക്കറ്റുകളൊക്കെ പോയി നിൽക്കുകയാണ്. അപ്പോൾ 50 പോലും ആയിട്ടില്ല, 40 പോലും ആയിട്ടില്ല ബ്രൂക്ക്. ആ സമയത്താണ് സിറാജിൻ്റെ ഒരു അശ്രദ്ധ ആണ്. സിറാജ് നമുക്കൊക്കെ പ്രിയപ്പെട്ട താരമാണ്. സിറാജ് ചത്ത് കളിക്കുന്ന മനുഷ്യനാണ്. എത്ര ഓവർ കൊടുത്താലും എറിയും, എന്തിനും തയ്യാറാണ് പുള്ളി. പക്ഷേ നല്ലത് അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. ഇന്നലെ ആണെങ്കിലും ഒലി പോപ്പിനെയൊക്കെ കിട്ടില്ല ബോളിലൂടെയാണ് ഔട്ടാക്കിയത്. സിറാജ് ഒരു മാച്ച് വിന്നർ ആണല്ലോ എന്നൊക്കെ പറയാനായിട്ട് നമ്മളിങ്ങനെ കൊതിച്ച് വരുമ്പോഴത്തേക്കും പുള്ളി അവിടെ എന്തെങ്കിലും ഒന്ന് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു തീർത്തും അശ്രദ്ധമായ ഒരു ചെയ്തിയിലൂടെയാണ് ഇന്നലെ ബ്രൂക്ക് ഔട്ടാകാതെ ഇപ്പോൾ മാച്ച് വിന്നിങ് സെഞ്ചുറി അടിച്ച് അദ്ദേഹം പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. വെറും 35 റൺസും കൂടി മാത്രം മതി ഇനി ഇംഗ്ലണ്ടിൽ ജയിക്കാൻ. ഒരു ഡേ നിൽക്കുകയാണ്. 4 വിക്കറ്റും ബാക്കിയുണ്ട്. 4 വിക്കറ്റിൽ 3 എണ്ണമേ ഇറങ്ങുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത. കാരണം ക്രിസ് വോക്സ് പരിക്ക് പറ്റി ഔട്ടായി എന്നൊക്കെയാണ് വാർത്തകളിൽ കണ്ടത്. പക്ഷേ ഇന്നലെ വൈകുന്നേരമായപ്പോൾ ഇംഗ്ലണ്ട് പെട്ടെന്ന് ഒരു സമ്മർദ്ദത്തിലായല്ലോ ലാസ്റ്റത്തെ ഒരു അരമണിക്കൂറിൽ. അപ്പോൾ ഇദ്ദേഹം വൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് കണ്ടത് ക്രിസ് വോക്സ്. ഇനി ഋഷഭ് പന്ത് ഇറങ്ങിയതുപോലെ ഞൊണ്ടി ഇറങ്ങാനുള്ള സാധ്യതയും ആവശ്യമെങ്കിൽ കേട്ടോ, 11ാമനായിട്ട് ആവശ്യമെങ്കിൽ ഇറങ്ങാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ 4 വിക്കറ്റും ഇന്ത്യ വീഴ്ത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു ഇന്നലെ മഴ മൂലം കളി മുടങ്ങിയില്ലായിരുന്നെങ്കിലോ ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചാണ്. കാരണം അവസാനത്തെ ഒരു അരമണിക്കൂറിൽ അത്രയും നേരം ഇല്ലാത്തൊരു ആവേശത്തിലായിരുന്നു ഇന്ത്യ. പ്രസീദ് കൃഷ്ണയാണെങ്കിലും മുഹമ്മദ് സിറാജ് ആണെങ്കിലും എല്ലാ ബോളും അപ്പീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ബോളും ലൈൻ ലെങ്ത്തിലാണ് വന്നുകൊണ്ടിരുന്നത്. നല്ല സ്വിംഗ് ഉണ്ടായിരുന്നു അവസാനത്തെ ഒരു അരമണിക്കൂർ. അത് ചിലപ്പോൾ ഒരു അരമണിക്കൂറിന് നീണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു പോയാൽ. ഇത് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അവർക്കും ആലോചിക്കാനുള്ള അവസരം കിട്ടി. കാരണം ക്രീസിലുള്ള ജാമി സ്മിത്ത് ഒക്കെയാണ് പിന്നെ ഫോമിലുള്ള. കഴിഞ്ഞ ഒരു ടെസ്റ്റ് മോശമായിട്ട് കളിച്ചെന്നുള്ളൂ. അതുവരെ അദ്ദേഹം നല്ല കിടിലൻ ഷോട്ടുകളുള്ളൊരു ബാറ്റ്സ്മാനാണ്. ഓവർട്ടൺ ആണെങ്കിലും പിന്നെ ഓൾറൗണ്ടറാണ്. അറ്റ്കിൻസൺ ഇറങ്ങാനുണ്ട്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ബാറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് കുറച്ച് ചിന്തിച്ച്, കാരണം 35 റൺസ് മതിയല്ലോ. എങ്കിലും അത്ഭുതങ്ങളിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം T20 വേൾഡ് കപ്പ് ഓർമ്മയില്ലേ? 30 ബോളിൽ 26 റൺസ് മതിയായിരുന്നു സൗത്ത് ആഫ്രിക്കയ്ക്ക് കപ്പ് കൊണ്ടുപോകാൻ. പക്ഷേ അവിടെ നിന്നും ഇന്ത്യ കളി തിരിച്ചു പിടിച്ച ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയുടെ കയ്യിലുണ്ട്. അതൊക്കെ സംഭവിക്കട്ടെ, നമുക്ക് ആഗ്രഹിക്കാം. ഇനി ഒരു 4 ഓവർ കഴിഞ്ഞാൽ ന്യൂ ബോൾ കൂടി എടുക്കാം. ന്യൂ ബോളിൽ ഒരു കളി ടെൻഷനാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. ഇന്നലേക്ക് നമുക്ക് പോരാടാം, യെസ് ജയിക്കുമെന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ നമുക്ക് നടന്നേക്കാം, സംഭവിച്ചേക്കാം, നടക്കട്ടെ എന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതിയാണ്. ഇന്ത്യയുടെ ടീം സെലക്ഷനിൽ വലിയ പാളിച്ച തന്നെയാണ് സംഭവിച്ചത്. കാരണം ഷാർദുൽ ഠാക്കൂറിന് പകരം കരുൺ നായരെയാണ് ഇറക്കിയത്. ഷാർദുൽ ഠാക്കൂറിന് പകരം ഇറക്കേണ്ടിരുന്നത് ഹർഷദീപ് സിംഗിനെയാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇന്ത്യ എപ്പോഴും അവരുടെ ബാറ്റിങ്ങിൻ്റെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓൾറൗണ്ടേഴ്സിനെയും ബാറ്റ്സ്മാൻമാരെയൊക്കെ കുത്തി നിറച്ച് ബൗളിങ്ങിൻ്റെ മൂർച്ച കുറയുകയാണ്. അത് ഇത്രയും ഫോമിലുള്ള ബാറ്റ്സ്മാരെ ഇവർക്ക് വിശ്വാസം ഇല്ലേ എന്നാണ് മനസ്സിലാവാത്തത്. രവീന്ദ്ര ജഡേജ ഫോമിലാണ്, വാഷിംഗ്ടൺ സുന്ദർ ഫോമിലാണ്, ഗില്ല് ഫോമിലാണ്, ജയ്സ്വാൾ ഫോമിലാണ്, പിന്നെ രാഹുൽ ഫോമിലാണ്, എല്ലാവരും ഫോമിലാണ്. പിന്നെ എന്തിനാണ് ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ, ഒരു എക്സ്ട്രാ ബൗളർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ എന്തായാലും
ഇത് സിറാജും പ്രസീദ് കൃഷ്ണയും ആകാശ് ദീപൊക്കെ എറിഞ്ഞെറിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് അവർ ഇങ്ങനെയാണ് വയ്യ, ഞങ്ങൾക്ക് വയ്യ. അവർ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയാ മാറി മാറി എറിയുന്നേ. സ്പിന്നേഴ്സ് രണ്ടുപേരും കൂടി എറിഞ്ഞിരിക്കുന്ന 8 ഓവറാണ്. പിന്നെ അവരെ പറയേണ്ട കാര്യമില്ല, അവരെ ബാറ്റ്സ്മാനായിട്ട് നമുക്ക് കണക്കാക്കിയാൽ മതി. പക്ഷെ ഒരു ഫാസ്റ്റ് ബോളർ കുറവ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ജസ്പ്രീത് ബുംറ ഏതായാലും ലോങ് ലീവ് എടുത്ത് പോയ സ്ഥിതിക്ക് അദ്ദേഹത്തിന് വിശ്രമം വേണമല്ലോ. അതിപ്പോൾ ആര് കിണറ്റി വീട് കിടക്കുകയാണെങ്കിലും ആര് ജീവന് വേണ്ടി തത്തിക്കളിക്കുകയാണെങ്കിലും വിശ്രമിച്ചിട്ടേ പുള്ളി ബാക്കി പരിപാടി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പുള്ളിനെ വിശ്രമിപ്പിച്ചിട്ടേ സെലക്ടേഴ്സ് ബാക്കി പരിപാടി ചെയ്തുള്ളൂ. അയാൾ മുങ്ങിച്ചാവുകയാണ് ചാവട്ട് എന്നുള്ള ലെവലാണ്. അല്ലെങ്കിൽ ഇതിനകത്ത് ഇറക്കായിരുന്നു ഇത്രയും നിർണായകമായ ടെസ്റ്റിൽ ഇറക്കുമല്ലോ. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു മെയിൻ ബൗളർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സമയത്താണല്ലോ വേണ്ടത്. അതില്ല, ഓക്കെ, പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് കരുൺ നായർക്ക് പോയ അർഷദീപിനെങ്കിലും ഇറക്കുമായിരുന്നെങ്കിൽ ഒരാളെങ്കിലും അറിയാൻ ബൗളിങ്ങിന് അവർക്ക് ബാക്കി ആൾക്കാർക്ക് ഒന്ന് ബ്രേക്ക് ഇട്ട് ബോൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇത് രണ്ടുപേർ എറിയുന്നു, ഒരാൾക്ക് ബ്രേക്ക് കൊടുക്കുന്നു, പിന്നെ അടുത്ത ആൾ വരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് തളർന്നു. അവരും തളർന്നു, കളി കണ്ട നമ്മളും തളർന്നു, നിരാശരുമായി. അത്ഭുതങ്ങൾ സംഭവിക്കുമായിരിക്കും അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം?